ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സംസ്ഥാനത്ത് യുഡിഎഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഉറപ്പിച്ച പോലെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ. ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം. മീഡിയ ഒക്കെ മുഴുവൻ അത് UDF അനുകൂല തരംഗമാണ് കേരളത്തിൽ എന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ച് അത് അവരുടെയൊക്കെ തന്നെ അനലൈസിസിലൊക്കെ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. എല്ലാ മീഡിയയും ആരും തന്നെ UDFന് വളരെ പിസ്കിറ്റാണെങ്കിലും ഭൂരിപക്ഷം കിട്ടൂല എന്ന് പറയുന്നില്ല. എന്നൊക്കെ വളരെ പിസ്കി പറയുന്നെങ്കിലും ശരി, പറയാതെ പറയുന്നത് UDF ആണ് ഇത്തവണ എന്നുള്ളതാണ്. അതിൽ അവർ നന്നായി വരണ്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ CPMൻ്റെ വക്താവ് ശ്രീ വിജയരാഘവനൊക്കെ ഒരേ പ്രസ്താവന ചെയ്തു. അത് വരേണ്ടതിൻ്റെ ലക്ഷണമാണ്. ഒരേ പ്രസ്താവന, സെയിം, ഒരു വരിയിലോ ഒരു പുള്ളിയിലോ മാറ്റമൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കട്ടോ എന്ന് ഒന്ന് പറഞ്ഞൊന്ന് ആളുകളെ വരട്ടാൻ നോക്കുകയാണ്. ഞങ്ങളെന്താണെന്നുള്ളത് പതിറ്റാണ്ടുകളായി കേരളത്തിനറിയാം. അപ്പോൾ ഇത് അവരുടെ ഒരു പരാജയ ഭീതിയിൽ നിന്ന് ഈ ഡീലൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ലീഗായിട്ട് ലീഗ് ഒരു മുന്നണികളെ ഘടകകക്ഷി, എന്ത് ഡീല്, ഞങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ വരട്ടി നോക്കുകയാണ്. അതൊന്നും നടക്കാൻ പോകില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം UDF ഭരണകാലങ്ങളും ചരിത്രമൊക്കെ. ഞങ്ങൾക്ക് കേരളത്തിലെ ഇപ്പോൾ ശിഹാബ് തങ്ങൾക്ക് അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഈ സന്യാസി വര്യന്മാരും കേരളത്തിലെ പിതാമഹന്മാരും അതുപോലെ തന്നെ NSS നേതൃത്വവും ഒക്കെ ആയിട്ട് ഉള്ള ബന്ധവും അതിൻ്റെ ചരിത്രമൊന്നും ഇവർക്കാർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളൊക്കെ ഈ കേരളത്തിൽ തന്നെ സന്നിഹിതരായ ആളുകൾ എന്താണെന്നുള്ളത് നല്ലപോലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകൾ വന്ന് ഇപ്പോൾ ജനങ്ങളെ വരട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. UDF പിന്നെ വരും, കേരളം രക്ഷപ്പെടുകയും ചെയ്യും. മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെട്ട് UDFനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന ആരോപണം പരാജയ ഭീതിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡീൽ ആരോപണങ്ങൾ ഉയർത്തുന്നത് LDF നിരാശയിലായതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജീവ് ചന്ദ്രശേഖറും വിജയരാഘവനും ഒരേ രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ UDFന് ഭൂരിപക്ഷം കൂടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹം മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചെറുത്തു തോൽപ്പിച്ചത് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണെന്നും പറഞ്ഞു. സഭകളുമായും NSSുമായും മുസ്ലിം ലീഗിന് നല്ല ബന്ധമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്നാനിയിൽ തീവ്രവാദ സ്വഭാവമുള്ളവർക്ക് സ്റ്റേജ് കെട്ടി നൽകിയതായും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. കെ കൃഷ്ണൻകുട്ടിയുടെ പേരിൽ പുറത്തുവന്ന ഓഡിയോയെക്കുറിച്ച് പ്രതികരിച്ച കുഞ്ഞാലിക്കുട്ടി കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തുവന്നതെന്ന് പറഞ്ഞു. വിഷയം കൃഷ്ണൻകുട്ടി തന്നെ വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളെ വിമർശിച്ച അദ്ദേഹം സർക്കാർ നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. സർക്കാർ നിർമ്മിച്ച വീടുകളിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഭരണപരാജയം മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. Phone 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.